ചാന്തേറും ചുണ്ടിൽ ഒരു മണിമുത്തം മുത്താരൊരു മുത്തുണ്ടോ. എന്തോ ചേച്ചിയുടെ മീൻ വേണം വിളിച്ചൊരു കൂട്ടായി കാര്യങ്ങളാണ് ചേച്ചി. ആണല്ലേ, എന്താണ് ഇവിടെ പറഞ്ഞടിച്ച് നിൽക്കണത്? പണിയും വേലൊന്നും ഇല്ല നിനക്ക്? എനിക്കെന്ത് പണി? എൻ്റെ വയലെ പൂച്ചൊന്നും കേൾക്കണമെങ്കിൽ വേഗം മോന് സ്റ്റാൻഡ് വിട്ടാ. നിന്റെ വിഷം കേട്ടോ എൻ്റെ അടുത്ത് നടക്കില്ല കേട്ടാ. മീൻ വേണ മീനേ. ആ മോളെ മീൻ വേണ? അമ്മ എന്തിയെ? അമ്മ ഇതാകത്തുണ്ട്. എന്തൊക്കെ മീനാണുള്ളത് ചേച്ചി? എന്ത് മീനാണ് വേണ്ടത്? ചാളയുണ്ട്, നല്ല പച്ച കരിമീനുണ്ട്, കുരുമുളക് തേങ്ങയൊക്കെ ഇട്ട് വെച്ചണ്ടല്ലേ, വേറെ കറി വേണ്ട കൂട്ടാനായിട്ട്. അങ്ങനെ മീനൊന്നും ഇഷ്ടമല്ല ചേച്ചി. പിന്നെ അച്ഛന് മീനും ഇറച്ചിയൊന്നും ഇല്ല, ചോറാൻ വേണ്ടിയിട്ടില്ല. അയ്യോ, മീനൊക്കെ കഴിക്കണ്ടേ? വെറുതെ അല്ല ക്ഷീണിച്ച് വടി പോലെ ഇരിക്കണത്. എനിക്ക് അത്ര ക്ഷീണമൊന്നുമില്ല, ആവശ്യത്തിന് തടിയുണ്ട്. അയ്യ ചേച്ചി അങ്ങനെ പറഞ്ഞതല്ലേട്ടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായില്ലേ? തുലാത്തിലായിരുന്നില്ലേ കല്യാണം? എന്താ എൻ്റെ മോൻ്റെ കല്യാണം തുലാത്തിൽ തന്നെ ആയിരുന്നേ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ചായിരുന്നേ. അതുകൊണ്ട് ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. അവർക്കിപ്പോൾ 2 കൊച്ചുങ്ങളുണ്ട്, ഏട്ട കൊച്ചുങ്ങളാണേ. അവർക്കിപ്പോൾ ഒരു സ്വന്തമായിട്ട് വീടും ഉണ്ട്. അങ്ങനെ വേണം കുടുംബങ്ങളായാൽ. ഓരോ തലയിട്ട് അല്ലാതെ എന്ത് പറയാൻ. അതെന്തെങ്കിലും ആവട്ടെ, 1 കിലോ ചാളം കാട്ടും. മോളെ പാത്രത്തിൽ കണ്ടാന്നേ ചേച്ചി നല്ല കരിമീൻ തരാം. കരിമീനൊന്നും വേണ്ട, ചാള മതി. എന്നാ 1 കിലോ ചാള എടുക്കാം. 1 കിലോ മതി. അമ്മയോട് ചോദിക്കും മോളെ, വേറെ വല്ല മീന വേണമെന്ന്. ഒന്നും ചോദിക്കണ്ട, 1 കിലോ ചാള ഇട്ട് പോയിട്ട് വേറെ പണിയുണ്ട്. എന്നാ ചേച്ചി അങ്ങോട്ട് പോവാ. എന്താണ് ചേച്ചി? ഈ ഏരിയയിൽ ഞാനാ കച്ചവടം മുക്കണമെന്ന് എനിക്കറിയാലോ. എന്നിട്ട് എൻ്റെ കച്ചവടം മുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചീന അറിഞ്ഞ മീനും കൊടുത്തിട്ട് ഇന്നത്തോടെ നിർത്തിക്കോളാനില്ല. ഈ സ്ഥലം ആരാണ് ചേച്ചിയുടെ പേരിലാക്കിയേക്കുന്നത്? ഒന്ന് പോയേച്ചി. തൻ്റെ ഒരു ചേച്ചി എന്നെക്കാളും 13 വയസ്സ് മൂത്തതാണല്ലോ നീ. എന്നിട്ട് ചേച്ചി അത്ര മാളെ ജോലിക്ക് പോവേനെന്നാ? ചേച്ചി ഇപ്പം തന്നെ പോയി, ഞാൻ വേഗം പോട്ടെ കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് മോളെ, വീട്ടിലോട്ട് കൊടുത്തേക്കട്ടെ. എന്ത് ചീനം മണമാണ് ചേച്ചി? പോയിക്കവിടുന്ന്. പിള്ളേരുടെ ഒരു കാര്യം നോക്ക്. അച്ഛന് ഇന്നലെ എന്തോ മീൻ മേടിച്ചുകൊണ്ടുവന്നായിരുന്നു. ഇതാണ് ആൾക്കാരുടെ പണി. നല്ല ഫ്രഷ് മീൻ കൊടുക്കുമ്പോൾ കടയിൽ നിന്ന് ഓരോ ഐസിട്ട മീനും കൊണ്ട് വന്നിട്ട്. എന്നാ ശരി. ആ മോളെ, ഒരു 200 രൂപ എടുക്കാണ്ടാവുക. മോൾക്ക് ഒരു ജോലി കിട്ടിയിട്ട് ഈ ശാന്ത ചേച്ചിക്കൊന്നും തന്നില്ലല്ല, ചെലവ് വേണം താ. ആ ബെസ്റ്റ്, എനിക്കെന്നെ സൈലന്റ് ഇട്ടിട്ടില്ല, ഞാൻ പോവുക കേട്ടോ. എന്നാ പിന്നെ ഇപ്പോൾ പത്രാസ് കണ്ട കളർത്തോട്ടിനാണ് പോകുന്നത്. മീൻ വേണോ ചേച്ചി? മീൻ വേണോ ചേച്ചി? മീൻ വേണ്ടേ? നല്ല പിടക്കണ മീനുണ്ട്. പിടക്കണൊന്നും കാണാനല്ല. ഫസ്റ്റ് ഇത്ര നേരം പിടച്ചോണ്ടിരുന്നതാണ് ചേച്ചി, ഇപ്പോഴാണ് എല്ലാം ചത്തുപോയത്. കൊതുക്. പാത്രം ഇങ്ങോട്ട് എടുത്തേ, നല്ല കരിമീൻ തരാം. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാർക്കൊന്നും കൊടുക്കാതെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ച മീനാണ്. അത് ശരി. ചേച്ചിയുടെ മരുമോളിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ഇത്ര നേരത്തൊക്കെ ജോലിക്ക് പോവല്ലേ? അപ്പൊ അടുക്കളത്തെ കാര്യമൊക്കെ കഷ്ടമാണല്ലേ ചേച്ചി? ചേച്ചിക്ക് കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നില്ലേ നടുവേനയാണെന്ന്? അവരുടെ നടുവേനൊന്നും നടക്കാൻ നിൽക്കണ്ടാ. അതല്ല, അവളെന്തേലും സഹായിക്കാറുണ്ടാ? പണികളൊക്കെ ചെയ്യും കുറച്ചൊക്കെ. വല്ല പച്ചക്കറി വല്ലതും വെട്ടി നുറുക്കിട്ട് തോരനും വെക്കും. ഫസ്റ്റ് തോരൻ മാത്രം വെക്കാനേ അറിയുള്ളൂ. മീനൊന്നും വെട്ടി പൊളിച്ചിട്ട് ഉണ്ടാക്കാൻ അറിയില്ലേ? ഈ മീനൊക്കെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് അവള് വരുമ്പോ ചെയ്യാൻ പറയണം. അങ്ങനെയൊക്കെ പഠിപ്പിക്കുക. കേട്ട് ഇവിടെ ആർക്കും മീനൊന്നും വേണ്ട. അത് ചേച്ചിയാണോ തീരുമാനിക്കണത്? ഞാനാണ് തീരുമാനിക്കണത്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ചേച്ചിക്കാൻ ഞാനാ മീൻ കൊടുക്കല്. ചേച്ചി ഇവരുടെയൊന്നും മീൻ കഴിക്കല്ലേ കേട്ടോ. ഉള്ള വിഷവും ഒക്കെ അടിച്ച് തരുന്ന മീനാണ് ചീഞ്ഞത്. പിന്നെ ശാന്തി ചേച്ചിൻ്റെ കഴിച്ചിട്ടാണ് അസുഖം. അപ്പൊ നമ്മള് എന്താണ് ചേച്ചി പറഞ്ഞത്? എന്റെ മരുമോളുടെ കാര്യം. ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല പിന്നെ എനിക്കാണോ കുഴപ്പം?
ഓ, എന്തൊരു വെയിലാണ്, പുറം പൊളിയാണ്. ആ ഷീലേ, ചേച്ചി ഷീലേ, വാ വാ വാ, ചാളയുണ്ട്, അയിലുണ്ട്, കരിമീനുണ്ട്, വെട്ടിയും തരും. ഇന്നലെ തന്നെ മീൻ എന്താ ഉണ്ടായിരുന്നു? ഇത് പറയാനാ വന്നത്. ആർക്കും വേണ്ടാത്ത ചീനളിഞ്ഞ കൂലി തന്നിട്ട് ഇന്നലെ കറി വെച്ചിട്ട് എന്ത് നാറ്റായിരുന്നു. ഏട്ടൻ തട്ടിയോടെടുത്ത് എറിയാൻ പോയതാ. 200 രൂപ പോയി, അല്ലാതെ എന്ത് പറയാ. ആ നല്ല മഞ്ഞക്കുരി കൊടുത്തിട്ട് പറയണു ചേച്ചി, ചീന കൂലി വന്നിട്ട് മഞ്ഞക്കുരി എന്ന് പറയുന്നു. 200 രൂപ ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല മീൻ തന്നിട്ട് തന്നെയാണ് പൈസ മേടിച്ചത്. അത് നിങ്ങൾ കളഞ്ഞോ അതോ തിന്നോ എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ 200 രൂപ കിട്ടിയാച്ചെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് നല്ല 1-ാം തരം മീൻ മേടിക്കായിരുന്നു. അതും പറഞ്ഞിട്ട് കെട്ടിയാൻ അവിടെ ഉടുപ്പം മാറ്റി നിൽക്കുന്നുണ്ട്. ശാന്തൻ്റെ 200 രൂപ മേടിച്ചിട്ട് നിങ്ങൾ എന്തായാലും മീൻ തന്നില്ല. വേറെ പണിയൊന്നുമില്ല അങ്ങേരിക്കും. ചേച്ചി മീൻ മേടിക്കണ്ടെങ്കിൽ മീൻ മേടിച്ചു. എനിക്ക് അങ്ങോട്ട് തോന്നി കയറുന്നുണ്ട്. ചേച്ചി 500 രൂപ തന്നാൽ മതി, ഇത് മുഴുവനും കൊടുത്തോ. അതിന് 3 കരിമീനല്ലേ ഉള്ളൂ. രൂപയ്ക്ക് പിന്നെ എത്ര കരിമീനാണ് കിട്ടുന്നത്? 10 രൂപയ്ക്ക് മീൻ മേടിച്ചിട്ട് 10 ദിവസം വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ? ചേച്ചിനോട് ചോദിക്കാൻ വന്നതിന് എന്നെ വേണം പറയാന്. എൻ്റെ 200 രൂപ പോയി, അല്ലാതെ എന്ത് പറയാം. ആ ചെല്ലി എന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ട്. അല്ലേ ചേച്ചി ശാന്ത പോവാണ്. ആ കോൺട്രാക്ടർ സാറേ, മീൻ എടുക്കട്ടെ? വേണ്ട ചേച്ചി, നല്ല പച്ച മീനാണ്. എന്താ അറിയാം, റോഡൊക്കെ പൊട്ടിപ്പോന്നിരിക്കണം. ഹലോ, നിങ്ങൾക്ക് എന്താ കോൺട്രാക്ടർ